കൊടകര ഗ്രാമപഞ്ചായത്തിലെ പൊതു ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിനെതിരെയും കൊടകരയിലെ ചാലക്കുടി ബസ് സ്റ്റോപ്പ് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞിട്ട് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചും കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയും കേരള സിറ്റിസൺ ഫോറം പഞ്ചായത്ത് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ അധ്യക്ഷത വഹിച്ചു. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന കൺവീനർ Y ഔസേപ്പച്ചൻ, ഭാരവാഹികളായ ഷജിത് കുമാർ, പ്രദീപ് കല്ലിങ്ങപ്പുറം, KL ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച TG അജോയെ അനുമോദിച്ചു. നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ട് കൊടകരയുടെ സമഗ്രമായ വികസനം, അതുപോലെ തന്നെ സാമൂഹ്യപരമായ ഇടപെടലുകളൊക്കെ ഏകലവ്യ കലാസമിതി ചെയ്തു പോവുകയാണ്. അത് ഏറ്റവും അവസാനമാണ് ഈ ദേശീയ പാതയിലെ ടോൾ നിർത്തുന്നതിന് വേണ്ടി ഏകലവ്യയുടെ പ്രസിഡന്റ് അജോവിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് നാഷണൽ ഹൈവേയിലെ ശോചനീയമായ ഈ റോഡ് ഗതാഗതം ആ സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഹൈക്കോടതി തന്നെ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന ഒരു രാഷ്ട്രീയമോ ഒരു ജാതി മതഭേദമന്യെയാണ് ഞങ്ങൾ ഈ ഏകലവ്യ കലാകായിക സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടി ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് നടത്തുന്നതിൽ. വളരെ നാളുകളായിട്ട് കൊടകരയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ചാലക്കുടി ബസ് സ്റ്റോപ്പ് 3 വർഷമായി സ്കൂളിൻ്റെ ഉള്ളിൽ പണി തീർത്തിട്ട് ഇത്ര നാളായിട്ടും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അധികാരികൾക്ക് അത് തുറന്നു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ഞങ്ങൾ പല പ്രാവശ്യവും പരാതി കൊടുത്തു. 2 മാസം മുന്നേ ഞങ്ങളൊരു പത്രസമ്മേളനം, ഒരു പാഠപുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ കിട്ടും. എൻ്റെ വിനീതമായ അഭിപ്രായം, ഇന്ന് നോട്ടീസിൽ പേര് വെച്ചിട്ടും ഇവിടെ സന്നിഹിതനാകാൻ പറ്റാത്ത ജോയി നെല്ലിശ്ശേരി ഈ പഞ്ചായത്ത് മെമ്പർമാരെ എല്ലാം ഒരുമിച്ച് ഒരു ടൂറ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിലേക്ക് നടത്തുകയും ആ പഞ്ചായത്ത് എങ്ങനെയാണ് അവിടുത്തെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാർ, മുരിയാട് ഗ്രാമപഞ്ചായത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിഹ്നങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി